കത്തിരിക്കയും കൊഞ്ചുമൊക്കെ ഇട്ടിട്ട് ഒരു തീയലുണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നല്ലവണ്ണം ഒന്ന് വെള്ളം വാടുന്നത് വരെ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം നല്ലപോലെ പൊടിഞ്ഞു വരും. അതിനുശേഷം വറുത്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വറന്നു വരും. തീ കുറച്ചിട്ട് നല്ലവണ്ണം വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് നല്ലവണ്ണം വറുത്തെടുക്കാം. തേങ്ങ ഇടുമ്പോൾ തന്നെ 2-3 ഉള്ളിയും കൂടെ ഇട്ട് വേണം വറുക്കാൻ. ഇത് വറക്കുന്ന സമയത്ത് ഒരല്പം വാളൻ പുളിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഒരു കടായിൽ എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളക്, കറിവേപ്പില, 1 കപ്പ് ചെറിയ ഉള്ളി, എരിവിനാവശ്യമായ പച്ചമുളക്. ഇനി ഇതിലേക്ക് കൊഞ്ചും പിന്നെ സവാള, കൊഞ്ച് കുറച്ച് കുറവായത് കാരണം ഒരല്പം സവാളയും 1 കത്തിരിക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടൊമാറ്റോ അരിഞ്ഞതും ഇടാം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലവണ്ണം തിളച്ച് കുറുകി വരണം. അങ്ങനെ തീയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.